a year that we have started our channel. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ മോട്ടിവേഷനും സപ്പോർട്ടും ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഇവിടം വരെ എത്താൻ പറ്റിയില്ലായിരുന്നു. സംടൈംസ് എൻ്റെ വീഡിയോ ഞാൻ കാണുമ്പോഴൊക്കെ എൻ്റെ വ്യൂസ് കാണുമ്പോഴൊക്കെ തീരെ കുറവാണ്. മീൻസ് ചില വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ്, വാച്ച് അവർ കുറവാണ്. ഇതൊക്കെ കാണുമ്പം ഭയങ്കര ഡെസ്പാവും. പിന്നെ ആ സമയത്തായിരിക്കും ഓരോ വീഡിയോ ഇങ്ങനെ ചില വീഡിയോസൊക്കെ ഇങ്ങനെ കത്തിക്കയറും. അപ്പം അന്നേരത്തെ ആ വ്യൂസും ലൈക്സും ഒക്കെ കാണുമ്പം നല്ലൊരു മോട്ടിവേഷനാണ്, ഒരു കൂടുതൽ വീഡിയോസ് എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തെങ്കിലും കിട്ടും. നമുക്കിനി ആദ്യം കേക്ക് കട്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വർഷത്തെ ജേർണി, നമ്മുടെ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയ സാധനങ്ങളും ക്രാഫ്റ്റും ആർട്ടും പിന്നെ അതുപോലെ കുക്കിങ്ങിൻ്റെത് അധികം ഇല്ല, ഐ മീൻ ജസ്റ്റ് 2 ഉള്ളൂ. പിന്നെ പെയിൻറ്റിങ്സ്, പിന്നെ ഓണം സീരീസ്, ക്രിസ്മസ് സീരീസ്, പിന്നെ സ്പെഷ്യൽ ഡേയ്സിലെ ക്രാഫ്റ്റും പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ്, ഇതെല്ലാം ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ബാ. സ്വാഗതം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരെ. ബൈ.
ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണം. ഓക്കെ, റീസൺ വൈ ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അത് ഞാൻ സെയിൽ ചെയ്യാൻ നോക്കുമ്പം അതത്ര ഇങ്ങോട്ട് പോയിട്ടില്ല. ജസ്റ്റ് എൻ്റെ കൊലീഗ്സ് 2-3 പേര് മേടിച്ചു. പിന്നെ അതങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ എന്നിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. അതും അത്രയ്ക്ക് ഇങ്ങോട്ട് ഇതായിട്ടില്ല. പിന്നെ എന്നിട്ട് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റിൽ ഇടാൻ തുടങ്ങി. അവിടെ ജസ്റ്റ് എൻക്വയറീസ് മാത്രമേ ഉള്ളൂ. പിന്നെ അവരങ്ങോട്ട് മേടിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു യൂട്യൂബ് ചാനൽ തുടങ്ങിയ അതിലിട്ടാൽ ചിലപ്പോൾ കുറേ ആൾക്കാർ കാണും, അങ്ങനെ മേടിക്കും എന്നുള്ള ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഓർത്തു നോട്ട് ഓൺലി ദാറ്റ്, കുറച്ച് ആർട്ടും ക്രാഫ്റ്റും കുക്കിങ്ങും അങ്ങനെയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ സ്റ്റോറീസ് ഫോർ കിഡ്സ് അതൊക്കെയായിരുന്നു ആദ്യത്തേത് തീരുമാനിച്ചത്. അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആകുമായിരുന്നു. കുക്കിംഗ് അധികം വന്നില്ല. കുക്കിംഗ് ആകെ 2 വീഡിയോസേ വന്നുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റോറീസും ആകെ 2 സ്റ്റോറീസേ ചെയ്യാൻ പറ്റുള്ളൂ. ചാക്കോച്ചിയുടെ കൂടെ ഇരുന്നിട്ട് സ്റ്റോറീസ് ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ അവൻ ഇരിക്കുമായിരുന്നു. പിന്നെ ആയപ്പം അവന് കളിയുടെ കാര്യത്തിലോട്ടുള്ള കോൺസെൻട്രേഷൻ എല്ലാം പോയി. അപ്പം അതുകൊണ്ട് സ്റ്റോറീസിൻ്റെതും നിന്നുപോയി. പിന്നെ ടാസ്ക് ഫോർ ദ ഡേ ഞാൻ സ്റ്റാർട്ടാക്കിയായിരുന്നു. ടാസ്ക് ഫോർ ദ ഡേ എന്ന് പറയുമ്പം ഓരോ ദിവസം ഓരോ ടാസ്ക് തരും, അത് നിങ്ങൾ ചെയ്യുക. അങ്ങനെയായിരുന്നു ഞാൻ ടാസ്ക് ഫോർ ദ ഡേ തുടങ്ങിയത്. ബട്ട് അതിനധികം വ്യൂവേഴ്സും റെസ്പോണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആർട്ടും ക്രാഫ്റ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് ചെയ്തപ്പം കുറച്ചുകൂടെ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി, വ്യൂവേഴ്സ് കൂടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വ്ളോഗ് കൂടി ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അതും തുടങ്ങി. അതും ഒക്കെ കുഴപ്പമില്ലാതെ വ്യൂസൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഇപ്പോൾ ആർട്ട്, ക്രാഫ്റ്റ്, വ്ളോഗ് ഇത് 3 ഇപ്പം കണ്ടിന്യൂ ആയിക്കൊണ്ടുള്ളത്. അപ്പം നിങ്ങളുടെ മനസ്സിലിപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടാവുമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആയിട്ടില്ല. ബിക്കോസ് ക്രൈറ്റീരിയ ഉണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് വേണം. അപ്പം ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.21K ആയിട്ടുണ്ട്. ബട്ട് വാച്ച് അവർ കുറവാണ്. അതുകൊണ്ട് നിങ്ങളെൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടൻറ് സൈറ്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ വാച്ച് അവർ കൂടും. പിന്നെ 10 മില്യൺ ഷോർട്സ് വ്യൂസും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അടുത്തത് ഞാൻ എങ്ങനെ എൻ്റെ വർക്ക് ലൈഫും പിന്നെ യൂട്യൂബും ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ സ്കൂളിൽ ടീച്ചറാണ്. അപ്പം പഠിപ്പിക്കാൻ പോവുക, രാവിലെ നിന്ന് വൈകുന്നേരം വരെ അവിടെ ഉണ്ടാകും. അപ്പം ഞാൻ ആദ്യമൊക്കെ സ്കൂൾ ജോയിൻ ആയ സമയത്തൊക്കെ കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നു. മീൻസ് എന്താണെന്ന് വെച്ചാൽ 3 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ജോലിക്ക് കയറിയോണ്ട് നല്ലോണം ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം വേണമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വരുമ്പം കൂടുതലും സ്കൂളിലെ പണിയൊക്കെ ആയിരുന്നു. വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇൻ ദ ബിഗിനിങ്. അപ്പം അന്നേരം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടാഴ്ചത്തോളം ആയി കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു സ്കൂളിലെ പണി പരമാവധി സ്കൂളിൽ തന്നെ തീർക്കുക, വീട്ടിലെ പണി വീട്ടിൽ ചെയ്യുക. എന്ന് വെച്ചാൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടും. ആ ഒരു രീതിയിലാണ് ഞാൻ
ഓർത്തത്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പരമാവധി അങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിലെ പണി പരമാവധി സ്കൂളിൽ തീർത്തിട്ട് വരിക. അപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. കമൻസ് ഇടുക. ആരും കമൻസ് ഇടാറില്ല. അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വെദർ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, അതെയോ ഇനി ഞാൻ ഇമ്പ്രൂവ് ആക്കാനുണ്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്യുന്നത് പോലെ സാധാരണ ചെയ്തുകൊണ്ട് പോവുക. നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളതെന്നുള്ളത് കമൻറ്റ് ഇട്ടാൽ എനിക്ക് അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാം. അതുകൊണ്ട് പ്ലീസ് കമൻറ്റ്സ് ഇടണേ. പിന്നെ ഷെയർ ചെയ്യുക. ഈ ഷെയറും ലൈക്കും കമൻസൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ എല്ലാ യൂട്യൂബേഴ്സും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.